പാകിസ്ഥാനെ വിറപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഈ ആക്രമണത്തിൻ്റെ അല്ലെ ഈ പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് വേണ്ടി വിശദീകരിച്ചത് രണ്ട് വനിതാ ഓഫീസർമാരാണ്. ഒന്ന് വ്യോമിക സിംഗ്, വ്യോമസേനയിലെ വിംഗ് കമാൻഡറാണ്. മറ്റൊന്ന് സോണിയ ഖുറേഷി. ഇവർ കരസേനയിലെ ഈ പറയുന്ന ചുരുക്കം ചില ഓഫീസർമാരിൽ ഒരാളാണ്. അതായത് കരസേനയെ സായുധ സേനയെ നയിക്കുന്ന. അപ്പോൾ വനിതകളൊക്കെ കുറവാണ് സ്വാഭാവികമായിട്ട്. ഈ രണ്ടുപേരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിച്ചുകൊണ്ട്, ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് വന്നത്. സാധാരണ ഈ പുരുഷ ഓഫീസർമാർ അല്ലെങ്കിൽ പുരുഷ പ്രതിനിധികൾ ഇവരൊക്കെയാണ്. അപ്പോൾ ഈ വനിതകൾ വന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ നമ്മൾ ഒരു പുതിയ ചരിത്രം കൂടി രചിക്കുകയായിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പഹൽഗാമിൽ ഭീകരർ മായ്ച്ച സിന്ദൂര പൊട്ടുകൾക്ക് പകരം ചോദിക്കാൻ രാജ്യം നിയോഗിച്ച അല്ലെങ്കിൽ അത് ലോകത്തോട് വിളിച്ചു പറയാൻ രാജ്യം നിയോഗിച്ചത് ഈ രണ്ട് വനിതകളെയാണെന്നുള്ളത് നമുക്ക് അഭിമാനം പകരുന്ന ഒരു വസ്തുത കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ഈ രണ്ട് വനിതകൾ വന്ന് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. അതായത് രണ്ട് വനിതകൾ, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് ലോകത്തെ അറിയിച്ചത് വാർത്താ സമ്മേളനത്തിലൂടെ. അതായത് 9 ഭീകര താവളങ്ങളാണ് ഇന്ത്യ തകർത്തത്. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറം ഭീകര ക്യാമ്പുകൾ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാനും പാക്-അധീന കാശ്മീരിലും ഉണ്ടായിരുന്ന ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചുവെന്നാണ് കേണൽ സോഫിയ ഖുറേഷി പറയുന്നത്. ഇൻ്റലിജൻസ് നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിഴവില്ലാതെ ആസൂത്രണം നടത്തിയാണ് ആക്രമണം നടത്തിയതെന്നാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളും സൈന്യം തകർത്തു. മുസഫറാബാദിലെ ലഷ്കർ ക്യാമ്പും തകർത്തുവെന്ന് അവർ വ്യക്തമാക്കി. ഒരു കെട്ടിടങ്ങളുടെ സമുച്ചയം എന്നിങ്ങനെയാണ് തകർത്ത. ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നിട്ടില്ലെന്നും സോഫിയ ഖുറേഷി വിശദീകരിച്ചു. ഈ സോഫിയ ഖുറേഷിയെക്കുറിച്ച് വരികയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി. ഒരു ഉരുക്ക് വനിത എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. 2016 എക്സസൈസ് ഫോഴ്സ് 18 എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷിയായിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസം തന്നെയായിരുന്നു അത്. ഗുജറാത്ത് സ്വദേശിനിയായ കേണൽ ഖുറേഷി ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. മുത്തച്ഛൻ്റെ പാത പിൻപറ്റിയാണ് സോഫിയ ഖുറേഷിയും സൈന്യത്തിലെത്തിയത്. സൈനിക ഓഫീസറെയാണ് അവർ വിവാഹം കഴിച്ചതും. 6 വർഷം UN പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിലും പങ്കെടുത്തിട്ടുണ്ട്. സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ സൈന്യത്തിലെത്തിച്ചതെന്ന് അന്നത്തെ ജനറൽ ബിപിൻ റാവത്തും പറഞ്ഞിരുന്നു. അപ്പോൾ ആകാശത്തിൻ്റെ ഒരു പൊന്നോമന എന്നൊക്കെ പറയാം. ഈ വ്യോമിക സിംഗിലേക്ക് എത്തുകയാണെങ്കിൽ വ്യോമിക സിംഗിന് 6ാം ക്ലാസ്സിൽ മനസ്സിൽ ഉറച്ച ആഗ്രഹമാണ് വ്യോമിക സിംഗിനെ വ്യോമസേനയിൽ എത്തിച്ചത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ വ്യോമിക പേരന്വർത്ഥമാക്കും വിധം പരിശ്രമിച്ചപ്പോൾ പിറന്നത് പുതുചരിത്രം. അതായത് വ്യോമിക എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ പുത്രി എന്നാണ് വ്യോമികയുടെ അർത്ഥം. 2019 ഡിസംബറിലാണ് വ്യോമികയ്ക്ക് ഫ്ലൈയിങ് വിഭാഗത്തിൽ സ്ഥിര നിയമനം ലഭിച്ചത്. അതിദുർഘട പാതയിൽ ഉൾപ്പെടെ വിമാനം പറത്തിയ അനുഭവ സമ്പത്തും വ്യോമികയ്ക്കുണ്ട്. സേനയുടെ ചേതക്, ചീറ്റ ഹെലികോപ്റ്ററുകൾ ജമ്മുകാശ്മീരിലെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദുർഘട പാതകളിലൂടെയും അവർ പറത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 2 ഉരുക്ക് വനിതകളെയാണ് ഇത്തരത്തിൽ ഈ ദൗത്യത്തിന് ഏൽപ്പിച്ചത്. അവരത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. അത് ഒരു മുസ്ലിം യുവതി കൂടിയാണ് അതായത് കേണൽ സോഫിയ ഖുറേഷി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം ഇന്ത്യയോടുള്ള ആ ഒരു സ്നേഹം അതൊക്കെ ഇവിടെ ഉള്ള ഈ പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ആളുകൾ കണ്ട് പഠിക്കേണ്ടതാണ്. കാരണം ഭാരതത്തോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന്. കാരണം ഒരു വലിയ ദൗത്യമാണ് അവർ ഏറ്റെടുത്ത് വിജയിപ്പിച്ചത്. അത്രയധികം അതിൻ്റെ എഫർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇവരെ കൊണ്ട് തന്നെ വാർത്താ സമ്മേളനം നടത്തി. അതൊരു പുതുചരിത്രം കൂടി രചിക്കുകയായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ആകാശത്തിന്റെ മകളല്ലേ, ആകാശത്ത് വസിക്കുന്നവൾ എന്നാണ് ഈ വ്യോമികയുടെ അർത്ഥം എന്ന് ബിനു പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ നാഷണൽ കേഡറ്റ് കോർപ്സ് NCC നമ്മൾ പറയുന്നില്ലേ, അതിൽ ചേർന്ന് തന്റെ ലക്ഷ്യം ആരംഭിക്കാനായിട്ടാണ് ശ്രമിച്ചത്. അവർ പിന്നീട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പിന്നീട് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്ററായിട്ട് പൈലറ്റായിട്ട് അവർ കമ്മീഷൻ ചെയ്യപ്പെടുന്നു. അതിനുശേഷം സൈന്യത്തിൽ ചേരുന്ന അവർ ഈ കുടുംബത്തിലെ, അതായത് അവരുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഈ സൈന്യത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. എന്തായാലും
2019 ഡിസംബർ 18 ഫ്ലൈയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ ലഭിച്ചു. അപ്പോൾ അപകട സാധ്യതയുള്ള മേഖലകളിൽ ഉൾപ്പെടെ 2500 മണിക്കൂറിലേറെ വിമാനം പറപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ആള് തന്നെ ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്താനായിട്ട് നിശ്ചയിക്കുന്നു. കാരണം ഈ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള പ്രതികാരം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഓപ്പറേഷനെ കാണുന്നത് തന്നെ. അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ സിന്ദൂരം മറിച്ചത് ഞങ്ങൾ എങ്ങനെയാണ് അതിന് മറുപടി കൊടുത്തതെന്ന് ഈ സ്ത്രീകൾ തന്നെ ഒരു വാർത്താ സമ്മേളനത്തോട് വിശദീകരിക്കും. അപ്പൊ ലോകത്തിന് മുന്നിൽ തന്നെ നമ്മൾ കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഓപ്പറേഷൻ സിന്ദൂര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാധാരണഗതിയിൽ ആ പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് പറഞ്ഞിരുന്നു, നീ പോയി ഒരു പല്ലവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട്, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയോട് പറഞ്ഞത്, നീ പോയി മോദിയോട് പറ ഞങ്ങൾ ഇത് ചെയ്തു എന്നുള്ള പറ. അന്ന് മുതൽ മോദി ഇത് നോക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാം. അപ്പം പാതിരാത്രി മുതൽ ഉറക്കമുണർന്നിരുന്ന ഇന്ത്യൻ സേന അല്ലെ ഇന്ത്യയുടെ ഭരണകൂടം കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ ഇതിന് തിരിച്ചടി നൽകുമെന്ന്. അപ്പം നമ്മുടെ ഈ സേനയെ നയിക്കുന്നത് പുരുഷന്മാർ മാത്രമാണെന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഇസ്രയേലൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അതിനകത്ത് പലപ്പോഴും അവിടെ നിർബന്ധിത സൈനിക സേവനം കൂടിയുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ വളരെ ധൈര്യപൂർവ്വം ആർമിയിലേക്ക് വരുന്നു. ഇവിടെ ഇന്ത്യയിലും അങ്ങനെ ഉണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ തലപ്പത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് വരെ ഞങ്ങൾ നിയോഗിക്കുന്ന ഇത്തരത്തിലുള്ള വനിതകളെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സോഫിയ, നേരത്തെ സോഫിയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ സോഫിയ എന്ന് പറയുന്ന ഒരു ആർമി കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർക്ക് ആ രാജ്യസ്നേഹം എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇത്തരത്തിലുള്ള 2 വനിതകളെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. അവർ നമുക്ക് വേണ്ടി വീണ്ടും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഗുജറാത്ത് സ്വദേശിനിയാണ് ഈ സോഫിയ എന്ന് പറയുന്നത്. 2006 കോങ്കോയിലെ UN സമാധാനപാല ദൗത്യത്തിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ രാജ്യാന്തര തലത്തിൽ പുറത്തേക്ക് അകത്തേക്കും ഒക്കെ തന്നെ ഇവർക്ക് വലിയ എക്സ്പീരിയൻസ് ആണുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇൻസ്പിറേഷനാണ് അല്ലെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം സൈനിക സ്കൂളിലൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് അറിയാം. അങ്ങനെയുള്ള പെൺകുട്ടികളെ പോലും അതിലേക്ക് ആകർഷിക്കാൻ ഇതുപോലെയുള്ള കുറച്ച് ഈ സേവന സന്നദ്ധരായ ആർമി ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മതി. അവരുടെ ഒരു ധൈര്യം, അവർക്ക് ഏത് മേഖലയിലും കടന്നു ചെല്ലാൻ കഴിയും. 2500 മണിക്കൂറൊക്കെ വിമാനം പറപ്പിക്കുക, അതും ഈ ചേതക്ക്, ചീറ്റ പോലെയുള്ള ഹെലികോപ്റ്റർ പറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് ആണ്. മാറ്റമല്ല, ദുർഘടമായ പാതയിലൊക്കെ ഇവർക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടി വരും. ഒപ്പം സോഫിയയുടെയും ആ ഒരു നിലപാട്, അവർ കരസേനയിൽ വളരെ എക്സ്പെർട്ടായിട്ടൊരു ഉദ്യോഗസ്ഥയാണ്. കാരണം കരസേനയിൽ സാധാരണ ഇതിൽ എപ്പോഴും പുരുഷന്മാരായിരിക്കും ഈ കമാൻഡർ അല്ലെങ്കിൽ ഒരു സൈനിക തലവൻ എന്നൊക്കെ പറയുന്നത്. ഈ മേഖലയിലേക്ക് വനിതകളെ കടന്നു വരട്ടെ. അപ്പോൾ എല്ലാ മേഖലയിലും എന്ന പോലെ സൈന്യത്തിലും നമ്മൾ വനിതകൾക്ക് വലിയ പ്രാമുഖ്യം നൽകുന്നു എന്നൊരു സന്ദേശം കൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുകയല്ലേ. തീർച്ചയായിട്ടും. അതായത് 1981 ഗുജറാത്തിലെ വഡോദരയിൽ ജനിച്ച സോഫിയയുടെ കുടുംബവും സൈനിക പശ്ചാത്തലമുള്ളവരാണ്. മുത്തച്ഛൻ കരസേനയിലാണ് സേവനമനുഷ്ഠിച്ചത്. അച്ഛൻ വർഷങ്ങളോളം സേനയിൽ മതാധ്യാപകനായി ജോലി ചെയ്തു. ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് സോഫിയ ഖുറേഷി സൈന്യത്തിലെത്തിയത്. ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമാണ് സോഫിയ ഖുറേഷിക്കുള്ളത്. അപ്പം ഈ സൈന്യത്തിൽ ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ കുട്ടിക്കാലം മുതൽ വരുന്നത് കൊണ്ട് തന്നെ അതിനോടുള്ള ആ ഒരു പാഷൻ, അല്ലെങ്കിൽ ആ രാജ്യത്തോടുള്ള സ്നേഹം, ഇതൊക്കെ തന്നെ ഇവർക്ക് വളരെ ശക്തമായി തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു വനിതകൾ എന്ന രീതിയിൽ അവർക്ക് അതിനോടുള്ള ആ ഒരു ആർജവം, അല്ലെങ്കിൽ ഈ ഒരു മറ്റൊരു രാജ്യം നമ്മളിൽ ചെയ്ത ആ ഒരു ദ്രോഹം, അതായത് ഒരു മധുവിധു ആഘോഷിക്കാനെത്തിയ 14 ദിവസമായ ദമ്പതികൾ പോലും അതിലൊരാളെ ഭർത്താവിനെ കൊല്ലുന്നു. അപ്പോൾ ആ സ്ത്രീകളുടെ ദുഃഖം, സിന്ദൂരം മായ്ക്കുന്ന ആ ഒരു ദുഃഖം തിരിച്ചറിയാൻ ആ വനിതയ്ക്ക് അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ വലിയ ദൗത്യം ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയുന്നത്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് മണിറങ്ങ് കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസസ് മൗണ്ടനിങ് ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവർ. അതോടൊപ്പം തന്നെ 2500-ലധികം മണിക്കൂറുകൾ വിമാനം, ഹെലികോപ്റ്ററുകൾ അടക്കം പറത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ റെക്കോർഡാണ്. ജമ്മുകാശ്മീർ, വടക്ക് കിഴക്കൻ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ചേതക്, ചീറ്റ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട്. 2020 അരുണാചൽ പ്രദേശിൽ നിർണായകമായ രക്ഷാദൗത്യത്തിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും അവർ ഇത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെയാണ് ഇത് വാർത്താ സമ്മേളനം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാനുള്ള അർഹത. അത് മോദി സർക്കാരിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്.